ഗായ്സ് വെൽക്കം ബാക്ക് ടു മണി സോൺ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി മൈനിങ് പ്രോജക്റ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ് ഉള്ളൊരു പ്രോജക്റ്റാണ്. അറൗണ്ട് 27 മില്യൺ ഫണ്ടിങ് ഉണ്ട് ഈ ഒരു പ്രോജക്റ്റിന്. മാത്രമല്ല ജെനുവിൻ പ്രോജക്റ്റാണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം നമ്മുടെ ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കൂടാതെ ഒരുപാട് വമ്പൻ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്, ബാക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഈ ടാബിസോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബൈനാൻസ് ലാബ്, അതുപോലെ അനിമോക്ക ബ്രാൻഡ്സ്, IVC, ഡ്രാഗൺ ഫ്ലൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് വമ്പൻ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രോജക്റ്റാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ TGE അതുപോലെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടില്ല, എന്നിരുന്നാലും ഉടനെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ നമ്മളൊരു മിനി ആപ്പാണ്, ടെലിഗ്രാം മിനി ആപ്പാണ്. നമ്മൾ ജസ്റ്റ് ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടോക്കൺസ് ഏൺ ചെയ്യാനും അത് ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസിലാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോക്കണിൻ്റെ പേര് ടാബി എന്നാണ്. മാത്രമല്ല ഇതിൽ അധികം യൂസേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വാല്യൂ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ടാബി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു വിടുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് അവരുടെ ടെലിഗ്രാം ചാനൽ അതുപോലെ X ഇതെല്ലാം ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ, ഇവിടെ ഒരു ഷിരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് പ്ലേ നൗ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെക്ക് ഇൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ചെക്കിനിൽ ഡെയിലി റിവാർഡ്, നമുക്ക് ഡെയിലി ചെക്ക് ഇൻ റിവാർഡ് ഇവിടെ നിന്നിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് വന്നിട്ട് ക്ലെയിം കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ ഡെയിലി റിവാർഡ്സ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ആഡ്സ് വാച്ച് ചെയ്തിട്ടും സിമ്പിളായിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ഫോളോ നമ്മൾ X അക്കൗണ്ട് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇങ്ങനെയുള്ള സിമ്പിൾ ടാസ്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടോക്കൺസ് ഏൺ ചെയ്യാനായിട്ട്, പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ആണ്. നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഇതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ അടുത്ത ഓപ്ഷനാണ് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്. അതായത് ആസ് യൂഷ്വൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കണം. അതുപോലെ എയർ ഡ്രോപ്പ് അഡ്രസ്സ്, അതുപോലെ ടോൺ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ടോൺ വാലറ്റ് മാത്രം ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ എയർ ഡ്രോപ്പ് അഡ്രസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് EVM വാലറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് മെറ്റാമാസ്കിലെ വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ എൻ്റെ അക്കൗണ്ട് ലോഡായി വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ മുകളിലെ നെറ്റ്വർക്ക് ചെക്ക് ചെയ്യുക, ഇതുവരെ മെയിൻ നെറ്റ്വർക്കിലാണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുവരെ മെയിൻ നെറ്റ്വർക്കാണ് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ താഴത്തെ അഡ്രസ്സ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ നമ്മുടെ ടാബിസോയിൽ വരിക. ഇതിൽ എയർ ഡ്രോപ്പ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എയർ ഡ്രോപ്പ് അഡ്രസ്സ് എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു അഡ്രസ്സ് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്രസ്സ് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വാലറ്റൊക്കെ ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് സ്പിന്നാണ്. ജസ്റ്റ് നമുക്ക് ഈ സ്പിൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 സ്പിന്ന് ഡെയിലി കിട്ടും. അതെല്ലാം വന്നിട്ട് ജസ്റ്റ് സ്പിൻ ചെയ്ത് കോയിൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ ലാസ്റ്റ് മൈൻ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രോജക്ട്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ടാബി ടോക്കൺസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ലെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിവിടെ കാണാൻ സാധിക്കും മൈനിങ് റേറ്റ് 200 പെർ ആണ്. അതായത് ഒരു ഹവറിൽ 200 കോയിൻസാണ് ലഭിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ഒരു അപ്ഗ്രേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് നമുക്ക് മൈനിങ് സ്പീഡ് അതുപോലെ കൺസ്യൂം
അതിന് മൈനസ് സ്പീഡ് 200 400 ആക്കാൻ നമുക്ക് 2000 കോയിൻസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കോയിൻസ് കളക്ട് ചെയ്തുകൊണ്ട് മാക്സിമം ഈ ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. അതുപോലെ ഓരോ 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു താഴെ ക്ലെയിം ഓപ്ഷൻ വരും. അപ്പോൾ അത് ജസ്റ്റ് ഓരോ 8 മണിക്കൂറിലും ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.